ശ്രീ കൃഷ്ണദാസിന്റെ 2026 നടക്കുന്ന കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാട്ടാക്കട മണ്ഡലത്തിലെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി തുറന്നു വയ്ക്കുന്ന ഓഫീസിന്റെ ഉദ്ഘാടനം മാത്രമാണ് ഇന്നിവിടെ നടക്കുന്ന പരിപാടി. പ്രചരണം നമ്മുടെ ഇടയിലല്ല വേണ്ടത്. പ്രചരണം ശക്തമാക്കുന്നതിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും സജ്ജമായ ഒരു സദസ്സിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് ബോധ്യം എനിക്കുണ്ട്. വളരെ സാധാരണയല്ലാത്ത ഒരു വലിയ അന്തരീക്ഷം കേരളത്തിൽ രാഷ്ട്രീയപരമായി ഉയർന്നു വന്നിരിക്കുന്നു, ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പിനും അതിനുള്ള കളം ഒരുക്കുന്നത് രാഷ്ട്രീയ കക്ഷികളാണ്. ഇത്തവണ പ്രത്യേകതയുള്ളത് ഒരു വലിയ മാറ്റത്തിന് വേണ്ടി രാഷ്ട്രീയത്തിന് അതീതമായി വോട്ട് ചെയ്യുന്ന ജനത, അത് രാഷ്ട്രീയ ബന്ധമുള്ളതും കുലബന്ധം പോലും ഇല്ലാത്തതുമായ പൗരന്മാരുടെ സമൂഹം, വോട്ട് ചെയ്യുന്ന സമൂഹം പുതിയ മനംമാറ്റത്തിന്റെ ദിശയിലാണ്. അതുവഴി അവരുടെ മനസ്സിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു തീരുമാനങ്ങളിലുമാണ് ഉറച്ച് തയ്യാറായി നിൽക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ഒരു 5 തെരഞ്ഞെടുപ്പ് കാലങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും ശക്തമായ സാന്നിധ്യം അറിയിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്കും NDAയ്ക്കും സാധിച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് അവരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്ന് ഇറങ്ങി ചെല്ലേണ്ട കടമ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. ആഞ്ഞടിച്ചൊരു പ്രചരണത്തിന് പോലും നമുക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് സജ്ജമാണ്. അവരുടെ അത്യാവശ്യകത എന്താണ്, മാറ്റം ആഗ്രഹിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ അത്യാവശ്യം എന്താണെന്നുള്ളത് അവർ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരൊരുക്കുന്ന പുതിയ കളങ്ങളിലെ രാജാക്കന്മാരാകാൻ നമ്മൾ എല്ലാവരും സജ്ജമായി തയ്യാറെടുക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന് എല്ലാവരും അകമഴിഞ്ഞ് എല്ലാവരും ആത്മാർത്ഥമായി NDAയുടെ ഓരോ സ്ഥാനാർത്ഥിക്കും വേണ്ടി പ്രവർത്തന രംഗത്ത് സജ്ജമായി ഇറങ്ങണം. ജനങ്ങളുടെ ഹൃദയം കീഴടക്കാൻ സാധിക്കണം. അതുവഴി നമ്മൾ ഏത് സ്ഥാനത്തെത്തിയാലും നമുക്ക് നിർവഹിക്കുവാൻ ഉത്തരവാദിത്വമുള്ള ചുമതലയുള്ള ഒരു സ്ഥാനത്തേക്ക് നമ്മൾ എത്താൻ പോവുകയാണെന്ന് പറയുന്ന നിശ്ചയം നമ്മുടെ മനസ്സിലുണ്ടാവണം, നമ്മളുടെ പ്രവർത്തനങ്ങളിലും ഉണ്ടാവണം. അതിനുവേണ്ടി എല്ലാവരും ഓരോ ദിവസവും നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് പുനഃക്രമീകരിച്ച് മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് കേരളത്തിന്റെ ഒരുപക്ഷെ ജനങ്ങളുടെ കഴിഞ്ഞ 10 വർഷക്കാലം എന്നൊന്നും പറഞ്ഞൊതുക്കി നിർത്തണ്ട, കഴിഞ്ഞ ഒരു 40 വർഷക്കാലത്തെയെങ്കിലും ജനങ്ങളുടെ അതൃപ്തിക്ക് അവർക്ക് മറുകര എത്താൻ എന്താണ് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA സഖ്യം വഴി അവർക്ക് ഭരണതലത്തിൽ, അല്ലെങ്കിൽ ഏത് ഭരണം വന്നാലും ആ ഭരണത്തെ ജനപക്ഷ ഭരണമാക്കി മാറ്റി നിലയ്ക്ക് നിർത്തുന്നതിനുള്ള ശക്തി നമുക്ക് നേടുവാൻ സാധിക്കണം. അതിലേക്കാവണം നമ്മളുടെ പ്രവർത്തനമെന്ന് മാത്രം. ഈ പരിപാടിക്ക് സത്യത്തിൽ ഞാൻ പങ്കെടുക്കേണ്ടതല്ല. ഞാനിത് കേരളത്തിന്റെ തലപ്പാവെന്ന് ഞാൻ എപ്പോഴും വിശേഷിപ്പിക്കാറുള്ള കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്ന് കേരളത്തിലെ എൻ്റെ രാഷ്ട്രീയ പ്രചരണ പരിപാടി ഇത്തവണ തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് നാളെ കാലത്ത് ശ്രീ K. സുരേന്ദ്രന് വേണ്ടി കാസർഗോഡ് എത്തേണ്ട ആളാണ് ഞാൻ.